നല്ല ഞണ്ടും കരിമീനും കള്ളൊക്കെ കൂട്ടി കഴിക്കാൻ കൊതിയായപ്പോഴാട്ടോ ആലപ്പുഴയെക്കുറിച്ച് ആലോചിച്ച്. പിന്നെ ഒന്നും ആലോചിച്ചാൽ നേരെ ആലപ്പുഴയ്ക്ക് വിട്ട്. അവിടെ ചെന്നപ്പോൾ അതാ നിറച്ച് ബോട്ടുകൾ നിരത്തിയിട്ടിരിക്കുന്നു. അതിലൊരെണ്ണം സെലക്ട് ചെയ്ത് ഞങ്ങൾ കയറിയിട്ടോ. നമ്മുടെ ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനിരുന്നത് ബോട്ടിൻ്റെ സൈഡിലാണ്. കാരണം കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആക്രാന്തം മൂത്തിട്ട് സൈഡിൽ വന്നിരുന്നതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കയ്യിൽ നിന്ന് എങ്ങാനും ഫോൺ വെള്ളത്തിൽ വീണാൽ പിന്നെ അത് കിട്ടത്തില്ല. കുതാകും, അത് ആ വഴിക്ക് പോകും, ഷുവറാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ KSRTC ബസ്സുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ട പോലെ കേട്ടോ. ഇവിടെയൊക്കെ നിറച്ച് ബോട്ടുകളും ഹൗസ് ബോട്ടുകളൊക്കെ നിരത്തിയിട്ടിരിക്കുന്നത് അടിപൊളിയാണ് കാണാൻ. എൻ്റെ ഇനി അടുത്ത ട്രിപ്പ് ഹൗസ് ബോട്ടിൽ പോകണം എന്നാണ്. നടക്കുമോ ആവോ. എന്തായാലും ടൈറ്റാനിക്കിൽ ജാക്ക് റോസ് നിൽക്കണ പോലെ ഞാനും കുറച്ച് അഭ്യാസ പ്രകടനങ്ങളൊക്കെ അവിടെ ഇരുന്ന് കാണിച്ച് കൂട്ടിയെങ്കിലും അതൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്, ക്ഷമിച്ചോളാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ആ കാണുന്ന റിസോർട്ട് കണ്ടോ, അവിടുത്തെ സെലിബ്രിറ്റീസിൻ്റെയാണ്. അവിടെ ബിജു മേനോനൊക്കെ റിസോർട്ട് ഉണ്ടെന്നാണ് ബോട്ടിലെ പയ്യൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അന്നമാണ് ഉന്നം എന്നാരോ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം അന്നമാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല കരിമീൻ, ഞണ്ട്, കള്ള്, കപ്പ, ഞണ്ടൊക്കെ എന്താ പറയുക, ഞാൻ നല്ല മണമണ അടിച്ചിട്ടുണ്ട്. പിന്നെ കള്ളൊക്കെ അടിപൊളിയാണ്, നല്ല മധുരമുള്ള നല്ല മുന്തിരി കള്ളായിരുന്നു കേട്ടോ. ഞാനൊക്കെ വയറ് മറന്ന് കഴിച്ചു. നമ്മുടെ ബോട്ടിൽ അത് കഴിഞ്ഞപ്പോൾ ഉണ്ടതാ ആരോ കയറുന്നു. ഇത് നോക്കിയപ്പോൾ അപ്പുറത്തെ ബോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അവർ. ആ പോകുന്ന സംഭവം കണ്ടോ, അതാണ് സ്കൂൾ ബോട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ബസ്സാണെങ്കിൽ ഇവിടെയൊക്കെ ബോട്ടാണ് സർവീസ്. അതെല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതോളൂ. ആ കാണുന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം, സ്റ്റേജ്. പിന്നെ ഈ പോകുന്നതാണ് നമ്മുടെ KSRTC ബോട്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ട്രാവലൊക്കെ അങ്ങനെയാണ്. നമ്മളപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ടാറ്റാ.